ഹേയ്, ആക്ച്വലി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റൊരാളുടെ വാട്സപ്പ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നില്ല, മറിച്ച് നമ്മുടെ വാട്സപ്പ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേറെ ആൾക്കാർ ആക്സസ് ചെയ്യുമല്ലോ, അത് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വാട്സപ്പ് വെബ് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ ഡിവൈസിൽ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യാണ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ അതൊരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഈവൻ ഫാമിലി മെമ്പേഴ്സിനോ വരെ കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ വാട്സപ്പ് അവരുടെ ഡിവൈസിൽ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒറിജിനൽ വാട്സപ്പ് ഉള്ളത് ഈ ഒരു ഡിവൈസിലാണ്. അപ്പോൾ ഈ വാട്സപ്പ് ഞാൻ ഈ ഒരു ഡിവൈസിലേക്ക് വാട്സപ്പ് വെബ് എന്ന ഫീച്ചർ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏത് ഫോണിലേക്കാണോ നിങ്ങൾ വാട്സപ്പ് ആക്കേണ്ടത് ആ ഒരു ഡിവൈസ് എടുത്തിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ന്യൂ ടാബ് എടുക്കുക. എന്നിട്ട് അവിടെ web.whatsapp.com എന്ന് സെർച്ച് ചെയ്യുക. web.whatsapp.com. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത് ഡെസ്ക്ടോപ്പ് സൈറ്റാണ്. അപ്പോൾ മേലെ കാണുന്ന ഈ 3 ഡോട്ട്സ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് ലഭിക്കും. ആ ഒരു QR കോഡ് നമ്മൾ ഒറിജിനൽ വാട്സപ്പുള്ള ഈ ഒരു ഡിവൈസിൽ പോയിട്ട് സ്കാൻ ചെയ്യാണ് വേണ്ടത്. ജസ്റ്റ് ഇതിൽ പോവുക, ലിങ്ക്ഡ് ഡിവൈസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് അടിക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ സ്ക്രീൻ ലോക്ക് അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തെടുക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ. ഈ ഒരു ഡിവൈസിൽ നമ്മളെ വാട്സപ്പ് ഈ ഒരു ഒറിജിനൽ ഡിവൈസിലുള്ള സെയിം വാട്സപ്പ് ഈ ഡിവൈസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നില്ല. ഓക്കെ, ഒരു ഡെസ്ക്ടോപ്പ് മോഡലാണെന്നുള്ളൂ, വേറെയൊക്കെ സെയിം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നമ്മളെ വാട്സപ്പ് അക്കൗണ്ട് ഇതുപോലെ ഏതെങ്കിലും വാട്സപ്പ് വെബ് ലോഗിൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അത് വളരെ ഈസിയാണ്. അതിന് വേണ്ടിയിട്ട് ഈ 3 ഡോട്ട്സ് പ്രസ് ചെയ്യാം. എന്നിട്ട് ലിങ്ക്ഡ് ഡിവൈസ് സെലക്ട് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ ഡിവൈസ് സ്റ്റാറ്റസ്. ഇവിടെ ഏതൊക്കെ ഡിവൈസാണോ നമ്മളെ ഇങ്ങനെ വാട്സപ്പ് വെബ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തത് അവിടെയുള്ള ആ ഡിവൈസിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഇനിയിപ്പോൾ അഥവാ നമുക്ക് അറിയാത്ത നമ്മൾ ചെയ്തതല്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്താൽ ഈ ഒരു ഡിവൈസിൽ നിന്ന് അത് പോകും. കണ്ടില്ലേ? സോ അത്രേ ഉള്ളൂ ഗൈസ്, ഇതൊന്ന് ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആൻഡ്രോയിഡിൽ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഇവിടെ വാട്സപ്പ് വെബ് ഈസ് കറൻ്റ് ആക്റ്റീവ് എന്നൊരു നോട്ടിഫിക്കേഷൻ ലഭിച്ചാണ്. പക്ഷേ ഞാൻ iOS ചെയ്ത് നോക്കിയപ്പം എനിക്ക് അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. അപ്പോൾ iOSകാരൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഫോൺ ഫ്രണ്ട്സിൻ്റെയിലോ ഫാമിലിയുടെയിലോ അല്ല ആരെങ്കിലും എടുത്ത് കൊടുത്താൽ അവർ ഇതൊക്കെ അറിയുന്ന ആളാണെങ്കിൽ നൈസായിട്ട് ചെയ്ത് പോയി എന്തെങ്കിലും പണിയൊക്കെ ഇട്ട് തരും. ഫ്രണ്ട്സൊക്കെ ആണ് പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൃത്തിയായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഫോണിൽ പോയിട്ട് ലോക്കാറെങ്കിൽ ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എല്ലാവർക്കും അവരുടേതായൊരു പ്രൈവസി ഉണ്ട്. സോ ചെയ്യാതിരിക്കുക, അതാണ് നല്ലത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ see you in the next video.